ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സംഭവബഹുലമായിരുന്നു. നമ്മൾ ഈ പഴയ സിനിമയിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങളായിരുന്ന നമ്മുടെ ബാബുരാജ് അടക്കമുള്ളവരൊക്കെ പിന്നീട് കോമഡിയിലോട്ട് വന്നപ്പോൾ നമുക്ക് ഇപ്പോൾ അവരുടെ പഴയ സിനിമയൊക്കെ കാണുമ്പം പണ്ടൊക്കെ നമുക്ക് അവരുടെ വില്ലൻ വേഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കോമഡിയിലോട്ട് വന്നതിന് ശേഷം നമ്മളിപ്പോൾ പഴയ അവരുടെ വില്ലൻ കഥാപാത്രങ്ങളുടെ സിനിമയൊക്കെ കാണുമ്പം നമുക്കൊരു പേടി തോന്നുന്നേ ഇല്ല. കാരണം അത്രയും ഭയത്തോടുകൂടി കണ്ടിരുന്ന ആൾക്കാരൊക്കെ പിന്നീട് കോമഡിയിലോട്ട് വന്നു. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായിട്ടുള്ള അമേരിക്കയുടെയും ചൈനയുടെയും പ്രധാനമന്ത്രിമാരോടൊക്കെ നമുക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പ്രസിഡന്റുമാരോടൊക്കെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ പറയുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരാഴ്ചയ്ക്ക് മുന്നേ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായിട്ടുള്ള ചൈനയുടെയും അമേരിക്കയുടെയും പ്രസിഡന്റുമാരുടെ ഓരോ വാക്കുകളും, പണ്ട് ചെറുപ്രായത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പോയിരുന്നിട്ട് എനിക്ക് കാറുണ്ട് എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്നവൻ എനിക്ക് ബൈക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച് നമ്മൾ സംസാരിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കുട്ടികളുടെ ഒരു നിലവാരത്തിനും താഴെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവർ രണ്ടുപേരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ. ഏറ്റവും അവസാനം ചൈനയ്ക്ക് മേൽ 145% നികുതി ട്രംപ് ഏർപ്പെടുത്തിയപ്പോൾ ചൈന തിരിച്ച് 125 എത്തി നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു ശക്തനായ ഭരണാധികാരി ട്രംപ് ഒറ്റയ്ക്ക് ഇത്രയും വലിയ തീരുമാനങ്ങൾ എടുത്തിട്ട് ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം പിൻവലിച്ചോടിയത്. ചൈന ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങൾക്കെല്ലാം 10% താരിഫ് നിലനിർത്തിക്കൊണ്ട്, അത് എന്ത് രീതിയിലാണെങ്കിൽ പോലും ഒരു യോദ്ധാവ് തോറ്റു പിന്മാറുന്നതിന് തുല്യമായി പോയി. പക്ഷെ അപ്പോഴും കരുത്തോടു കൂടി നിന്നത് ചൈനയാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും അവസാനം ഇന്നലെ വീണ്ടും വന്നിട്ടുള്ള അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം. എന്താണ്? ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുള്ള, പ്രത്യേകിച്ച് ലാപ്ടോപ്പിനും മൊബൈലുകൾക്കുമുള്ള താരിഫ് എടുത്തു മാറ്റി. കാരണം ചൈനയെ പേടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ചൈനയിൽ നിന്നാണ് ഒരുപാട് പ്രൊഡക്റ്റ് വരുന്നത്. ചൈനയും തിരിച്ചടിച്ചു, ടെസ്ലയെ ബാൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇത്രയും ശക്തന്മാരായിട്ടുള്ള രണ്ടുപേരിൽ ആര് വിജയിക്കുമെന്നുള്ളതാണ്. ആര് വിജയിക്കുന്നോ അവരോടൊപ്പമായിരിക്കും ഇനി ലോകം നിലനിൽക്കാൻ പോകുന്നത്. കാരണം ഇത്രയും പരസ്യമായിട്ടുള്ള ഏറ്റവും വലിയൊരു യുദ്ധത്തിനേക്കാൾ വലിയൊരു വാണിജ്യ യുദ്ധമാണ് ഇപ്പം കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ലോകത്തിൽ നടന്നത്. ഇതിൽ ആരെങ്കിലും തോറ്റു പിന്മാറിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും ഈ ഒരു തോൽവി എന്ന് പറയുന്നത്. ജയിക്കുന്നവൻ വൻ ശക്തിയായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് ഒന്ന് പിന്നോട്ട് കാല് വച്ചുവെങ്കിൽ തിരിച്ചു ചിലപ്പോൾ വീണ്ടും 2 അടി മുന്നോട്ടെടുത്ത് വെച്ച് തിരികെ വരാൻ സാധ്യത ഉണ്ട്. എങ്കിലും അടുത്ത 90 ദിവസത്തേക്ക് ചൈന ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങളെ ഒഴിവാക്കിയ ആ ഒരു ന്യൂസിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസവും മാർക്കറ്റ് ഒന്ന് റിക്കവറായി വന്നത്. അത് തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിലൊക്കെ അറിയത്തുള്ളൂ. എന്തായാലും മാർക്കറ്റിൽ വലിയൊരു വോളറ്റൈലിറ്റി നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരും ദിവസങ്ങളിൽ. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഓരോ വാക്കുകളും അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ലെങ്കിൽ പോലും അവർ പറയുന്ന ഓരോ തമാശകൾ പോലും ചിലപ്പോൾ മാർക്കറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നമുക്ക് എന്തായാലും ഒരു പ്രഡിക്ഷൻ, കാരണം ടെക്നിക്കലി അനാലിസിസ് വെച്ചിട്ടല്ല ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ന്യൂസ് ബേസ്ഡ് ആണ്. ഓരോ ന്യൂസിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച US മാർക്കറ്റ് ക്ലോസ് ചെയ്തത് വലിയൊരു പോസിറ്റീവിലാണ്. നേരെ വന്നിട്ട് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത് നെഗറ്റീവിലും.
അപ്പം ഓരോ ന്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അതിനനുസരിച്ച് നമ്മളും നമ്മുടെ പോർട്ട്ഫോളിയോയും അല്ലെങ്കിൽ ട്രേഡിംഗ് സെറ്റപ്പും മാറ്റേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലെന്ന് പറയുന്നത് ETF ഏറ്റവും നല്ലൊരു ചോയ്സാണ്. ETF ഇപ്പം നല്ല താഴ്ന്നു നിൽപ്പുണ്ട്. ETF ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. സ്റ്റോക്കിനേക്കാൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ETF ആണ്. കാരണം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്നറിയില്ല. സ്റ്റോക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് ട്രെൻഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകൾ വലിയ വീഴ്ചയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ETF സേഫ് ആയിരിക്കും. നമുക്ക് ആവറേജ് ചെയ്തത് നമുക്ക് അതിൻ്റെ ലോസ് കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം സ്റ്റോക്കുകൾ നോക്കുന്നതിനേക്കാളും തൽക്കാലത്തേക്ക് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ബാക്കി പിന്നെ ട്രേഡ് ചെയ്യുന്നവർക്ക്, ഓപ്ഷൻ ട്രേഡേഴ്സിന് ഇതൊരു വലിയൊരു വിഷയമേ അല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വീക്കിലി അനാലിസിസിലും നമ്മൾ പറഞ്ഞതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ അത് സ്റ്റോക്കുകൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ള ഒരു സമയമാണ്. പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സ് എന്തായാലും ഒരു ഷോർട്ട് ടൈമിലോട്ട് ചെയ്യുന്നവരാണ്. മാർക്കറ്റ് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വലിയ നഷ്ടത്തിലോട്ട് പോകും. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് എന്തായാലും പേടിക്കേണ്ടതില്ല. കാരണം അവർ 5-10 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റോക്കുകൾ മാർക്കറ്റ് കയറുന്നതിനോടൊപ്പം പിന്നീട് കയറി പോവുകയും ചെയ്യും. പക്ഷേ ഷോർട്ട് ടൈം ചെയ്യുന്നവർ അങ്ങനെയല്ല. അത്യാവശ്യം ഇരിക്കുന്ന പൈസ എടുത്തിട്ടൊക്കെ ആയിരിക്കും 4-5 മാസത്തേക്ക് ട്രേഡിങ്ങിന് വരുന്നത്. ചിലപ്പം ആ ഒരു മാസം കൊണ്ട് നിഫ്റ്റി കയറിയാലും സ്റ്റോക്കുകൾ കയറണമെന്നില്ല. അപ്പം സ്വിംഗ് ട്രേഡേഴ്സ് ശ്രദ്ധിക്കുക. നമുക്ക് മൺഡേ ഇനിയിപ്പം മാർക്കറ്റ് ഹോളിഡേ ആണ്. മൺഡേ പക്ഷേ US മാർക്കറ്റ് ഉണ്ട്. അപ്പം മൺഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ചൊവ്വാഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ്. അതുകൊണ്ട് തന്നെ ഇന്ന് തരുന്ന ലെവൽസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് US മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ചൊവ്വാഴ്ച രാവിലെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ അനുസരിച്ച് ചാർട്ട് വരച്ചിട്ടുണ്ട്, അതിടാം. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടാണ്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. ഡൗ ജോൺസ് 619, S&P 95, നസ്ഡാക്ക് 337 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 97 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. 22,500 സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലെവൽസ്, 22,500ഉം 23,000ഉം. 75 മിനിറ്റ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചാർട്ട് കൂടെ നോക്കാം. ഡെയിലി ചാർട്ടിൽ വീക്കിലിയിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ്. കാരണം ഇത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്തൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എടുത്ത് കയറിയ ഒരു ഏരിയ ആണ്. അതിന് മുന്നേയും തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ വീക്കുകളിലൊക്കെ അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്ന ഏരിയ ആണ്. നമുക്ക് കഴിഞ്ഞ മാർച്ച് ഫസ്റ്റ് വീക്കും നമുക്ക് സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. ഇപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് വീക്കിലി ക്യാൻഡിൽ സ്ട്രോങ് ഒരു ബുള്ളിഷിലോട്ട് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുള്ളത്. മാർക്കറ്റ് ഈ ഒരു ഏരിയ സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ചില പാറ്റേൺസ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ വരാറുണ്ട്. അത്തരത്തിലൊരു ഇതാണ് ഒരു ബ്രേക്ക്ഔട്ട് ആയിട്ടാണെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം. ഈ ട്രെൻഡ് ലൈൻ താഴോട്ട് വന്നിട്ട് പോയത് സെയിം ഇത് തന്നെയായിരുന്നു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിൽ. ഈ ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് വന്ന് താഴോട്ട് പോയത് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. ഒരിക്കലും അത് പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ചാർട്ട് അനുസരിച്ചോ ഉള്ളതല്ല. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരമല്ല ഈ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത്. ജൂൺ 5-ന് ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ അന്ന് താഴോട്ട് വരികയും അടുത്ത ദിവസം തിരിച്ചു കയറുകയും ചെയ്തതാണ്. അതുമാതിരിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിനെ നമുക്ക് കാണാം. കാരണം അത് തിരിച്ച് റിക്കവർ ആയിട്ടുണ്ട്. വന്നതുപോലെ തന്നെ നമുക്ക് നേരത്തെ എന്താണ് പറഞ്ഞത്, ഇവിടെ നിന്നൊരു ലോവർ ഹൈ എടുത്തിട്ട് ഹയർ ലോ എടുത്തിട്ട് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡിലോട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് താഴെ വന്നു
തിരിച്ച് വീണ്ടും ആ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ സാധാരണഗതിയിലുള്ള ഒരു ടെക്നിക്കൽ ട്രെൻഡ് വെച്ചിട്ട് ഇതൊരു അപ് ട്രെൻഡിലോട്ട് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിന് സാധ്യതയുള്ളത് കൊണ്ട് ഒരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. എങ്കിലും ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24,100, 24,250 പോകും. ഏത് ലെവലാണ്? 22,802, 22,800, 23,067 ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 24,000, 24,250 വരേക്കും കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് ഫിബ് വെച്ചിട്ടുള്ള 0.5 to 0.618% ആണ്. ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,000 മാർക്കറ്റ് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. സെൻസെക്സ് നോക്കാം. സെൻസെക്സിലും നമുക്ക് ഈ ഒരു ലെവലിലാണ് എത്തിയിട്ടുള്ളത്. 75,094, 76,000 ഈ ഒരു റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൻസെക്സും സസ്റ്റെയിൻ ചെയ്യും. പിന്നെ തിരിച്ച് വീണ്ടും ഒരു അപ് ട്രെൻഡിലോട്ട് പോകും. നമുക്ക് 75 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ ഇമ്മീഡിയറ്റ് കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ തന്ന ലെവലാണ് 125 മിനിറ്റ്സിൽ. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു സോൺ PSDI മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 22,855, 23,027 ഈ ഒരു സോണ് PSDI ആയിട്ട് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 23,236 ആയിരിക്കും അടുത്തൊരു സ്ട്രോങ് റിജക്ഷൻ വരാൻ സാധ്യതയുള്ളത്. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സപ്പോർട്ടായിരിക്കും 22,448, 22,385. നമുക്ക് ഇൻട്രാഡേ ലെവലിലോട്ട് പോവാം. ഇൻട്രാഡേയിൽ ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടേതനുസരിച്ച് ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും മാർക്കറ്റ് നിൽക്കാൻ സാധ്യതയുള്ളത്. വലിയ വ്യത്യാസം തിങ്കളാഴ്ച വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ വലിയ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ ലെവൽസ്. നാരോ CPR ആണ് 22,822 തൊട്ട് 22,809 ഏകദേശം 13 പോയിന്റിൻ്റെ CPR ആണ്. ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടണം. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചൊരു ഗ്യാപ്പ് അപ്പ് കിട്ടണം. എങ്കിലും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിന്റ് ആണ്. തിങ്കളാഴ്ച ചിലപ്പോൾ നെഗറ്റീവിലോട്ട് പോവാം. എങ്കിലും ഈ ഒരു ലെവലിൽ നോക്കുക. 22,935, 22,954 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. 23,032, 23,157 മൂന്നാമത്തെ റെസിസ്റ്റൻസ് 23,137, 23,163. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,708, 22,691 ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 22,587, 22,574. ഓപ്ഷൻസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിക്സ് ഇപ്പോഴും 20ലാണ് നിൽക്കുന്നത്. വിക്സ് 20.10 ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം വളരെ വലിയ ഹൈ പ്രീമിയമാണ്. സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റാണ്. കാരണം ഇനിയിപ്പോൾ എത്രയാണ് 3 ദിവസമേ ഉള്ളൂ എക്സ്പയറിക്ക്, ചൊവ്വ ബുധൻ വ്യാഴം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന അറ്റ് ദ മണി പ്രീമിയം ഒക്കെ എല്ലാം ഔട്ട് ഓഫ് ദ മണി ആകുമ്പോഴത്തേക്കും 0 ആയേ പറ്റത്തുള്ളൂ. സെല്ലേഴ്സിന് ഗുണം ചെയ്യും. മാർക്കറ്റ് അവരുടെ ഒരു പരിധിയിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വീക്ക് ഫുള്ള് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന് ഗുണം ചെയ്യും. ഓപ്ഷൻസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം കൊണ്ട് ഔട്ട് ഓഫ് ദ മണി 0 ആയേ പറ്റത്തുള്ളൂ. പ്രീമിയം 200 മുകളിലാണ് അറ്റ് ദ മണി പോലും വരുന്നത്. അപ്പോൾ
പെട്ടെന്ന് ടൈം ഡീക്കേ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിക്സ് ഇത്ര ഹൈ ആയി നിൽക്കുന്നതുകൊണ്ട്. വിക്സ് ഏകദേശം ഒരു 15 താഴെയെങ്കിലും വരുന്നത് വരയ്ക്കും ഓപ്ഷൻ ബയേഴ്സ് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. മാക്സിമം 1-2 ക്വാണ്ടിറ്റിയിലൊക്കെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്യണം. നമുക്ക് സെൻസെക്സിൻ്റെ ചാർട്ടിലോട്ട് പോകാം. സെൻസെക്സിലും നാരോ CPR ആണ്. 75,118 മുതൽ 75,118 തൊട്ട് 75,144 വരെയാണ് CPR വരുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് 75,496, 75,548. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 75,816, 75,868. മൂന്നാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 76,166 തൊട്ട് 76,208 വരയ്ക്കും. ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുക 74,764, 74,824. രണ്ടാമത്തെ സപ്പോർട്ട് 74,449, 74,398. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ലെവൽസിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.